കൃഷി അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒരു അപൂർവ കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ കരുവണ്ണൂരിനടുത്ത് കുരുമ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാതൃകാ കൃഷിത്തോട്ടമുണ്ട്. ഇവിടെ ശാസ്ത്രീയമായ രീതിയിൽ എള്ള് കൃഷി ചെയ്യുകയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് എള്ള് കൃഷി നടത്താറുണ്ടായിരുന്നു. ഇന്ന് ഈ കൃഷി വളരെ അപൂർവമാണ്. അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇങ്ങനെ ഈ കൃഷി ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിലെ എള്ള് കൃഷി വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. അപ്പം നമുക്ക് ഈ തോട്ടത്തിൻ്റെ കാഴ്ച ഒന്ന് കാണാം, ഈ കർഷകനെയും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ എള്ള് കൃഷി നടത്തുന്ന നമുക്ക് ഈ കർഷകരെ ഒന്ന് പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് ജോയ്. ഷിബു. റോയ്. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെയാ ഈ എള്ള് കൃഷി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര വ്യാപകമായിട്ട് നടത്തുന്നില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ എള്ള് കൃഷിയിലേക്ക് ഇവിടെ പുതുതായിട്ടും എള്ള് കൃഷി നമ്മുടെ നാട്ടില് ഒരു കാലത്ത് വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ഇടവിളയായിട്ട്. ഈ എള്ള് കൃഷിയുടെ ഒരു പ്രത്യേകത ഇതൊരു ഒരു ഒരു പ്രത്യേക സീസണിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ ചിങ്ങമാസം ആണ് ചെയ്യണത്. അപ്പം ഞങ്ങളിത് ഈ സ്ഥലം ഞങ്ങളുടെ അല്ല, ഒരു സുഹൃത്തിൻ്റെ സ്ഥലം ഇങ്ങനെ വിൽപ്പനയ്ക്കിട്ടത് ഇങ്ങനെ കാട് എടുത്ത് നന്നാക്കി ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ സാധാരണ ഇത്ര ഏരിയ ഒന്നും ആരും ചെയ്യാറില്ല. ഇത് ഞങ്ങൾ ഇച്ചിരി വിപുലമായിട്ടങ്ങ് ചെയ്തു. ഇതിനകത്ത് ആദ്യം ഇത് ട്രാക്ടർ കൊണ്ട് കിളച്ചിളക്കിയിട്ട് പിന്നെ മെഷീൻ കൊണ്ട് തന്നെയാണ് ഇതിന് ബെഡുണ്ടാക്കിയത്. എന്നിട്ട് എള്ള് സാധാരണ വിതയ്ക്കുകയാണ് ഞങ്ങൾ നടുകയും. നടുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അകലം കീപ്പ് ചെയ്യാൻ പറ്റും, വിത്ത് കുറച്ച് മതി. അപ്പോൾ അകലം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എള്ള് ഇച്ചിരൂടെ വലിയ ചെടിയായിട്ട് വളരും. അപ്പോൾ ഈ എള്ള് കൃഷി ശരിക്കും സാമ്പത്തികമായിട്ട് നമുക്ക് ലാഭകരമായിരിക്കുമോ? ഇതിപ്പോൾ വ്യവസായ അടിസ്ഥാനത്തിൽ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. കൃഷി എന്തും ആ രീതിയിൽ ചെയ്താലേ ലാഭകരമായി തീരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളുണ്ടാകാം, പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ ഈ ഏരിയയിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 500 രൂപ റേഞ്ചിൽ പെർ കെ ജി കിട്ടും. അപ്പം ലാഭകരമാകും എന്നാണ് കരുതുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളിപ്പം മാനുവൽ ലേബർ ഇതിനെ വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാഭകരമാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ലൊരു കാലാവസ്ഥയും കൂടെ അനുകൂലമാണെങ്കിൽ വിളവെടുപ്പ് ഉഗ്രനായിരിക്കും. തികച്ചും ഇങ്ങനെ ഒരു ഏർപ്പാടത്ത് നിൽക്കുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഹാർഡ് വർക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുക. ഒപ്പം തനത് കൃഷികളിൽ നിന്നും മാറി ചിന്തിക്കാനുള്ള അവരുടെ ഒരു മനസ്ഥിതി. പിന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേനും നമുക്കുണ്ടാകുന്നത് ഒരു മാനസിക സന്തോഷം. ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ സൂര്യകാന്തിയൊക്കെ ഒരുപാട് വിരിഞ്ഞ് നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കുന്നു. അതിനേക്കാൾ ഭംഗിയായിട്ടാണ് ഇവിടെ ഈ ഏർപ്പാടം അത് ഇത്രയും നികന്ന ഒരു സ്ഥലത്ത് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 2022 മുതൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ജനകീയാസൂത്രണ പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചെയ്തു വരുന്ന ഒരു കൃഷിയാണ് എൾകൃഷി. പ്രിയമുള്ള നമ്മുടെ ഈ എള്ള് കൃഷി നടത്തിയിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ഷിബു പറയുടെ അവറുകളും റോയ് ചേട്ടനും, നമുക്കറിയാം നമ്മുടെ ഇവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ നല്ലൊരു കണ്ണിനൊരു കുളിർമയേകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മുടെ കരുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ എള്ള് കൃഷി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ എള്ള് കൃഷി പ്രോത്സാഹനത്തിന് പദ്ധതി ഇട്ടിരുന്നു. അതോടനുബന്ധിച്ചും കാർഷിക മേഖലയിൽ പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് കൃഷി നടത്തുന്ന 2 ചെറുപ്പക്കാരായ ഒരു റോയി ജോസഫ് കൊടുവേലിൽ, ഷിബു ജോസഫ് പറയണം.
എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഒരു ഏൽപ്പാടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു പൂത്ത നെൽകൃഷി എള്ള് കൃഷി പൂത്ത് നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞങ്ങൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെയും പഞ്ചായത്തിലെയും പഞ്ചായത്ത് മെമ്പർമാർ, ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്, കൃഷി ഓഫീസിൽ നിന്നുള്ള ഓഫീസർമാർ എല്ലാവരും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നു. എള്ള് നമ്മുടെ കേരളത്തിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് എള്ള് കൃഷി. അപ്പോൾ ഇവിടെ എള്ള് കൃഷിക്കൊരു പരിമിതിയുള്ളത് ഏറ്റവും തുറസായ സ്ഥലം കിട്ടുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെ സ്ഥലം കുറവാണ്. പിന്നെ തരിശ് ഭൂമിയെ കൃഷിയോഗ്യമാക്കാനായിട്ട് ഏറ്റവും ആദ്യം ചെയ്യുന്നൊരു കൃഷിയാണ് എള്ള് കൃഷി. എള്ള് കൃഷിയിലൂടെയാണ് ഒരു കൃഷി ഭൂമി പരുവപ്പെടുത്തിയെടുക്കുന്നതെന്നാണ് പഴയ തലമുറകളായിട്ട് കാരണന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തരിശായി കിടന്നൊരു സ്ഥലം വെട്ടിത്തെളിച്ച് ഉഴുത് ഇളക്കി എള്ള് കൃഷി ചെയ്യാം ആദ്യം. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു കപ്പ കൃഷിയും കൂടെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് വെട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ ഇന്ന് കർഷകർ നേരിടുന്ന വെല്ലുവിളികളിൽ ഒരു 2-3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടത് ലേബർ തന്നെയാണ്. അപ്പോൾ ലേബർ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ പരമാവധി ഇവിടെ മെക്കനൈസേഷനാണ് നടത്തിയത്. എങ്കിലും മാൻ പവർ ആവശ്യമുള്ളിടത്ത് നമുക്ക് മാൻ പവർ ഇന്ന് അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ യുടെ പ്രവർത്തനം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ആ മേഖലയിലും കൂടെ ശ്രദ്ധ കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ്. മറ്റൊന്ന്, എള്ളിന് എല്ലാവർക്കും അറിയാവുന്ന പോലെ 90 തൊട്ട് 100 ദിവസത്തെ വിളവ് കാലാവധിയുള്ളൂ. അപ്പോൾ എള്ളിൻ്റെ വിപണനം ഇന്ന് ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ വിപണി അന്വേഷിക്കുന്നുണ്ട്. റോയ് ചേട്ടനും കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു കർഷകരാണ്. എല്ലാ വർഷവും നല്ല രീതിയിൽ തന്നെ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൃഷിക്കൂട്ടത്തിൻ്റെ ഇതിൽ നിലക്കടല, എള്ള് എന്നിവ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്തു പോന്നു. അതിൽ നല്ല വിജയം കണ്ടെത്താൻ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശിവചേട്ടനും റോയ് ചേട്ടനും കരിമണ്ണൂർ കൃഷിഭവനിലെ മികച്ച 2 കർഷകരാണ്. കരിമണ്ണൂർ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കിൽ വിളകളിൽ എന്തെങ്കിലും കീടരോഗ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ സമീപിക്കാറുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ നിലക്കടല, ചോളം, എള്ള് ഇങ്ങനെയൊക്കെ ഓരോ പരീക്ഷണങ്ങൾ നടത്തി അതിൽ വിജയം കണ്ടെത്തിയ ഒരു മികച്ച കർഷകനാണ്. കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ പരമാവധി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഇനിയും തുടർന്നുണ്ടാവും. നല്ല
ഒരു വിളവ് കിട്ടട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ, പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. കരിമണ്ണൂർ കൃഷിഭവനിലെ മികച്ച 2 കർഷകരാണ് ബഹുമാനപ്പെട്ട ഷിബിച്ചേട്ടനും അതുപോലെ തന്നെ റോയിച്ചേട്ടനും.